ശ്രീ പ്രേംകുമാർ MLA, ഈ ജില്ലയെ സംബന്ധിച്ച് തദ്ദേശ സ്വാധീനം ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ കരുത്തുറ്റതാണ്, മികവുറ്റതാണ് കണക്കുകളാകെ നോക്കിയാലും, ജില്ലാ പഞ്ചായത്ത് പ്രത്യേകിച്ച് നോക്കിയാൽ. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് ഇടതുമുന്നണി വളരെ ശക്തമായി ഉന്നയിച്ച ഒരു ആരോപണം പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കോലീബി ഇറങ്ങിയിരിക്കുന്നു എന്നാണല്ലോ. എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൃത്യമായ ബോധ്യവും വിവരവുമുള്ള ഒരു വിമർശനമാണോ, ആക്ഷേപമാണോ, അതോ കേവല രാഷ്ട്രീയ ആരോപണമാണോ? അല്ലല്ലോ. കേരളത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം അഭിമുഖീകരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ്. 5 വർഷം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യുമെന്ന് പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞ് നൽകിയ വാഗ്ദാനങ്ങളുടെ പുരോഗതി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിൻ്റെ അഭിമാനവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. പാലക്കാട് ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനമുള്ള ജില്ലയാണ്. കഴിഞ്ഞ 2020 തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്ത് ഒന്നൊഴികെയുള്ള മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ, മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെല്ലാം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കോലീബി എന്ന് വെറുതെ പറയുന്നതല്ല. 43 ഇടത്ത് UDF BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ വരെ പരാജയപ്പെട്ട സാഹചര്യമാണുള്ളത് എന്ന് തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി നമുക്ക് പറയാൻ സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് സഖ്യമുണ്ടാക്കി അതിനെ നേരിടാൻ ആര് ശ്രമിച്ചാലും ജനങ്ങളെ അണിനിരത്തി നാടിൻ്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും കരുത്താക്കി അത്തരം ചർച്ചകൾക്ക് കൂടി ഇടം നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്ന് സവിനയം നാടിനെ അറിയിക്കുകയാണ്.